ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ലേണിംഗ് അക്കാഡമി. ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് എ ബ്രാൻഡ് ന്യൂ യൂണിറ്റ് അല്ലെ. യൂണിറ്റ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ദ മിറർ വിതിൻ എന്നുള്ള യൂണിറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു സ്റ്റോറി വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറിയാണ് കോൾഡ് ഫൂഫി. ദാറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് കൊമേഡിയൻ ട്രെവർ നോവ. ഓക്കെ, ട്രെവർ നോവയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു ശരിക്കും നടന്ന ട്രൂ സ്റ്റോറിയാണ് ഫൂഫി. നമുക്ക് നോക്കാം എന്താണ് ഫൂഫി എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾക്കായിട്ട് അല്ലെ കരുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി കംപ്ലീറ്റ്ലി, know the difficult words, and also you'll have model answers ready for your exams. Okay, അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എന്തൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്? സ്റ്റോറി നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സിന്റെ മീനിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ എക്സാമിന് വരാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന മോഡൽ ആൻസേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളത് കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. സോ നമുക്ക് ഈ യൂണിറ്റ് 1 നോക്കുന്ന സമയത്ത് അതിൽ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ പെയിന്റിംഗ്. ഈ പെയിന്റിങ്ങിന്റെ പേര് ദ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എമിലി റെനാൾഡ് എന്ന് പറയുന്ന ഒരു പെയിന്റർ 1881 പെയിന്റ് ചെയ്ത ദ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ള പെയിന്റിംഗ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആരെയൊക്കെ കാണാം? ഒരു പെൺകുട്ടിയെ കാണാം അല്ലെ. സോ ദർ ഇസ് എ ചൈൽഡ് ആൻഡ് എൻ ഓൾഡ് ഫിഷർമാൻ അല്ലെ. ഒരു വയസ്സായ ഫിഷർമാനും അതുപോലെ ഒരു ചൈൽഡ്, ഒരു പെൺകുട്ടിയും ദേ ആർ റോയിങ് ടുഗെദർ അല്ലെ, ഒരുമിച്ച് തുഴയുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പിക്ചർ അതിന്റെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ, ഇറ്റ് ഈസ് സപ്പോർട്ടിങ് വൺ അനദർ അല്ലെ. അപ്പം we grow stronger when we support one another, isn't it? നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് അല്ലെ. അപ്പം ഈ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ഫൂഫി. അപ്പോൾ സ്റ്റോറിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ലെറ്റ്സ് വാം അപ്പ് വിത്ത് എ ടൈനി പോം. ഓക്കെ, ഒരു ഹൈക്കു ആണ്. ഓ സ്നെയിൽ ക്ലൈംബ് മൗണ്ട് ഫ്യൂജി ബട്ട് സ്ലോലി. ഓക്കെ, അപ്പൊ ഹൈക്കു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 3 ലൈനുള്ള അല്ലെ പോമാണ്. സ്ട്രെയിറ്റ് ഫ്രം ജപ്പാൻ അല്ലെ, ജാപ്പനീസ് പോമാണ്. 3 ലൈൻസേ അതിൽ ഉണ്ടാവുകയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോം അല്ലെ, പക്ഷെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ലൈക്ക് ഐഡിയാസ് ഉൾക്കൊള്ളുന്ന ഒരു പോമാണിത്. എന്താണ് ഇതിന്റെ മീനിങ് നമുക്ക് നോക്കാം. See, don't worry about how fast you move. Keep going steadily towards your goal. Even small slow steps will get you there in the end എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് എത്ര പതുക്കെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് വലിയ കാര്യമല്ല. ഓക്കെ, കീപ് മൂവിങ് ടുവേർഡ്സ് യുവർ ഗോൾ. ഓക്കെ, വൺ സ്മോൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം ആൻഡ് യു വിൽ ഗെറ്റ് ദെയർ ഇവൻച്വലി. ഓക്കെ, അപ്പൊ നമ്മളവിടെ സ്റ്റക്കായി നിന്ന് പോകരുത്. അത് ഇപ്പൊ നമ്മുടെ പഠനത്തിലാണെങ്കിലും ശരി. ഓക്കെ, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം നമ്മൾ കൃത്യമായിട്ട് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവൻച്വലി നമ്മുടെ ഗോൾസ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെ ഡ്രീംസ് ലൈക്ക് ഫുൾഫിൽ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് ഈ ഹൈക്കുൽ ഒരിക്കലും പറയുന്നില്ല അല്ലെ സ്നെയിൽ ആ ഒരു മൗണ്ടന്റെ മുകളിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മളോട് പറയുന്നില്ല. isn't it? So what matters more, the journey or the destination? ഏതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ജേർണി ആണോ അതോ നമ്മൾ അവസാനം എത്തിപ്പെടുന്ന ഇടമാണോ എന്നുള്ളത് ഒന്ന് ആലോചിക്കാം. ഓക്കെ, സോ ലെറ്റ് us start. അപ്പൊ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഈ സ്റ്റോറി എഴുതിയ ആളെ ഒന്ന് പരിചയപ്പെടാം അല്ലെ. സോ ലെറ്റ് us meet our author. His name is ട്രെവർ നോവ. ഓക്കെ, ട്രെവർ നോവ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. He was born in Johannesburg, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലാണ് അദ്ദേഹം ജനിക്കുന്നത്. You probably know him as a comedian and TV host. ഓക്കെ, TV host ആയിട്ടും കൊമേഡിയൻ ആയിട്ടും ഒക്കെ ആയിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് റൈറ്റർ കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത്
ഒരിക്കലും ഒരു ഫിക്ഷൻ അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്മോയറിൽ നിന്ന് എടുത്തിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഫൂഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്മോയറിന്റെ പേര് ബോൺ എ ക്രൈം സ്റ്റോറീസ് ഫ്രം എ സൗത്ത് ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഹാച്ചറ്റ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മെമ്മോയറിൽ വരുന്ന ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് ഫൂഫി എന്ന് പറയുന്നത്. ഓക്കെ, so ഈ ഒരു ചാപ്റ്ററിൽ Trevor is actually taking us back to his childhood and shares a memory that taught him one of the most biggest lessons of his life. ഓക്കെ, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ, അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു മെമ്മറി നമ്മൾക്ക് മുന്നിൽ അദ്ദേഹം തുറന്നു കാട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ത്രൂ ദി സ്റ്റോറി Trevor shares a childhood memory that taught him an important lesson about love. ഓക്കെ, ലവിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം പഠിച്ചത് എങ്ങനെ എന്നുള്ളത് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ സ്റ്റോറി, നമുക്ക് ഈ ഒരു സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ട്രെവർ നോവ grew up in South Africa at a time when society was sharply divided by race. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ട്രെവർ നോവ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ് വാസ് ഡിവൈഡഡ് ബൈ റേസ്. ഓക്കെ, റേസ് എന്ന് പറയുമ്പം ആ ഒരു ജാതി വിഭാഗം അല്ലെ, അല്ലെങ്കിൽ വംശീയത. അപ്പൊ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഡിവൈഡഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ട്രെവർ നോവ തന്റെ കുട്ടിക്കാലത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫൂഫി എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ കൂടി, 2 പെറ്റ് ഡോഗ്സിന്റെ കഥയാണ് എന്നുണ്ടെങ്കിൽ കൂടി, അത് ഒരു ഐഡന്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, ബിലോങ്ങിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഇസ് ആക്ച്വലി എ സ്റ്റോറി അബൌട്ട് ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ് ഇൻ എ ഡിവൈഡഡ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഇതില് കളേർഡ് നെയ്ബർഹുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാല്, സൗത്ത് ആഫ്രിക്കയില് ഈ ഒരു ടേം ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു എ മിക്സ്ഡ് റേസ് ഫാമിലി. ഓക്കെ, ഒരു മിക്സ്ഡ് റേസ് ഫാമിലിയെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ മിക്സ്ഡ് റേസ് പേഴ്സൺ അല്ലെങ്കിൽ ലൊക്കാലിറ്റിയെ കാണിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കളേർഡ് നെയ്ബർഹുഡ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ പപ്പി എന്ന് പറയുന്ന വാക്ക്, അത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള പോപ്പ്. ഓക്കെ, അതിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ അത് ഡോൾ അല്ലെങ്കിൽ ടോയ് എന്ന മീനിങ് വരുന്ന ഒരു വാക്കാണ്. ഓക്കെ, അതിൽ നിന്നാണ് ഈ പപ്പി എന്നുള്ള വാക്ക് വരുന്നത് അല്ലെ. ഫൂഫി, പപ്പി രണ്ടും നമുക്ക് ഏതാണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, സിമിലർ ആയിട്ട് തോന്നുന്ന വാക്കുകളാണ് അല്ലെ. റൈറ്റ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ നേരെ സ്റ്റോറിയിലോട്ട് പോകുന്നു. ഓക്കെ, സോ പാർട്ട് ബൈ പാർട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റോറി അല്ലെ, ഇറ്റ് ഈസ് അബൌട്ട് 2 പെറ്റ് ഡോഗ്സ് എന്നുള്ളത് അല്ലെ. പക്ഷെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 2 ബ്ലാക്ക് ക്യാറ്റ്സിന്റെ റെഫറൻസ് ആണ്. ഓക്കെ, 2 ബ്ലാക്ക് ക്യാറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രെവറുടെ ഫാമിലിയിൽ 2 ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ബ്ലാക്ക് ക്യാറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുക? അന്ധവിശ്വാസങ്ങളുമായിട്ട് അല്ലെ, ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ബ്ലാക്ക് ക്യാറ്റ്സിനെ കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? ദേ വർ ക്രൂവലി കിൽഡ് ബൈ സൂപ്പർസ്റ്റീഷ്യസ് നെയ്ബേഴ്സ്. ഓക്കെ, അപ്പൊ ട്രെവറുടെ ഫാമിലി ഉണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷനിൽ ചുറ്റും ഉണ്ടായിരുന്ന ആളുകൾ അല്ലെ, അവരുടെ അയൽക്കാരൊക്കെ വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആളുകളായിരുന്നു, അന്ധവിശ്വാസമുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ 2 പൂച്ചകളെയും കൊന്നു. എന്നിട്ടോ ഈ ട്രെവറിന്റെ വീട്ടിന്റെ വോളില് ഹെക്സ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഹെക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. വിച്ച് എന്നുള്ള മീനിങ് ആണ് വരുന്നത്, മന്ത്രവാദി എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നൗ ആഫ്റ്റർ ദിസ് ദ ഫാമിലി സ്റ്റേഡ് അവേ ഫ്രം പെറ്റ്സ് ഫോർ എ വൈൽ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത് അല്ലെ, തങ്ങളുടെ പെറ്റ്സ് ആയിട്ട് കണ്ട അല്ലെ, വളരെ ഓമനിച്ച് വളർത്തിയ 2 പൂച്ചകളെയാണ് അവര് അല്ലെ നെയ്ബേഴ്സ് കൊന്നിരിക്കുന്നത്. സോ ദേ ഫെൽറ്റ് ഹാർട്ട് ബ്രോക്കൺ. ഓക്കെ, ട്രെവറും ആളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. സോ ആ ഫാമിലി എന്ത് ചെയ്തു? അവോയ്ഡഡ് പെറ്റ്സ് ഫോർ എ വൈൽ. കുറച്ചു കാലത്തേക്ക് പെറ്റ്സിനെ ഒന്നും വീട്ടിൽ വളർത്തിയില്ല. ഓക്കെ, later Trevor's mom brought home 2 puppies given by a co-worker. She named them Foofy and Panther. ഓക്കെ, പിന്നീട് ട്രെവറിന്റെ അമ്മ എന്ത് ചെയ്തു? വീട്ടിലോട്ട് 2 പപ്പി കുട്ടീനെ കൊണ്ടുവന്നു.
അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 2 പപ്പീസ് ആയിരുന്നു അത്. അപ്പം നമ്മുടെ ട്രെവറുടെ അമ്മ ഈ 2 പപ്പീസിന് ഓരോ പേര് ഇട്ടു. എന്താണത്? ഫൂഫി 1, പാന്തർ 2. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 നായ്ക്കളുടെ പേരെന്തൊക്കെയായിരുന്നു? പപ്പീസിന്റെ പേരെന്തൊക്കെയായിരുന്നു? ഫൂഫിയും അതുപോലെ പാന്തറും. ഓക്കെ, ഇതില് ഫൂഫി ട്രെവറുടെ ഡോഗ് ആയിരുന്നു. പാന്തർ ആണെങ്കിലോ ഈ ട്രെവറുടെ അമ്മയുടെ നായയായിരുന്നു. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ പെറ്റ് എന്നുള്ള രീതിക്ക് അവര് കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ 2 sisters loved each other but also fought constantly a strange relationship. ഓക്കെ, അപ്പൊ ഈ 2 നായകളും, these 2 dogs, they were like sisters. ഓക്കെ, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും they loved each other deeply. ഓക്കെ, പക്ഷെ അതേപോലെ തന്നെ they fought constantly too. ഓക്കെ, അത് നമ്മളെ വീടുകളിൽ കാണാറുണ്ട് അല്ലെ? ചെറിയ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് നല്ല സ്നേഹത്തിലായിരിക്കും, ചില സമയത്ത് അവർ ഭയങ്കര അടിയുമായിരിക്കും അല്ലെ? വഴക്കുണ്ടാക്കും, isn't it? അപ്പൊ അതുപോലെ ഈ 2 നായകളും they were loved each other deeply. Okay, they loved each other deeply, but they also fought constantly. അപ്പൊ ഇതിനെ ട്രെവർ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫൂഫി നെവർ കെയിം വെൻ കോൾഡ്, ഓൺലി പാന്തർ ഡിഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു 2 നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് ഫൂഫിനെ എപ്പോ വിളിച്ചാലും അത് ഓടി വരില്ല. പക്ഷെ പാന്തർ ആണെങ്കിലോ ഒറ്റ ഓട്ടത്തിന് അടുത്തെത്തുകയും ചെയ്യും. ഓക്കെ, ദ ഫാമിലി അസ്യൂംഡ് ഫൂഫി വാസ് സിംപ്ലി ഡം. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ട സമയത്ത് വീട്ടിലുള്ള ആളുകളൊക്കെ എന്ത് വിചാരിച്ചു? ഓക്കെ, ഫൂഫി വളരെ സ്ലോ ആണ് അല്ലെ, ഡം ആണ് എന്നൊക്കെ ആ ഫാമിലിയിലുള്ള ആളുകൾ അസ്യൂം ചെയ്തു. ഓക്കെ, years later a vet revealed the truth. Fufi was deaf. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വെറ്റ് എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഡോക്ടറാണ്. ഓക്കെ, മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആള് ഇവരോട് പറയുവാണ് ഒരു വലിയ സീക്രട്ട് ഇവരോട് പറയാണ്. എന്താണത്? ഫൂഫി വാസ് ആക്ച്വലി ഡെഫ് എന്നുള്ളത്. ഓക്കെ, ഫൂഫിക്ക് ചെവി കേൾക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫൂഫിയെ വിളിക്കുന്ന സമയത്തൊന്നും ഫൂഫി അടുത്തേക്ക് ഓടി വരാത്തത് എന്ന് നമ്മുടെ ട്രെവർ മനസ്സിലാക്കും. ഓക്കെ, സോ പാന്തർ ഹാഡ് ബീൻ ഗൈഡിങ് ഹെർ ഓൾ അലോങ്. ഓക്കെ, പാന്തർ എന്ത് ചെയ്യുമായിരുന്നു? ഈ ഇത്രയും കാലം അല്ലെ വളരെ സീക്രട്ട് ആയിട്ട് നമ്മുടെ ഫൂഫിയെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? പാന്തർ ആണ്. ഫൂഫിക്ക് ശബ്ദമൊന്നും കേൾക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഈ വെറ്റിനറി ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് ട്രെവർ മനസ്സിലാക്കിയെടുക്കുന്നു. ഓക്കെ, നൗ Fufi could still do amazing tricks like jumping incredibly high for food. അപ്പം ഇത്തരത്തില് ഡമ്മാണ് അല്ലെ, ഡെഫാണ് എന്ന് ഒക്കെ പറയുന്ന ഈ ഒരു ഫൂഫി ഉണ്ടല്ലോ, മറ്റു കാര്യങ്ങളിൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഡോഗ് ആയിരുന്നു. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫൂഫി ഡെഫ് ആയിരുന്നുവെങ്കിലും ഷി വാസ് ഇൻക്രെഡിബ്ലി ക്ലെവർ. ഓക്കെ, ആൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു? ഷി കുഡ് ജംപ് അൺബിലീവബിളി ഹൈ ജസ്റ്റ് ടു ഗെറ്റ് ഫുഡ്. ഓക്കെ, ഫുഡ് എടുക്കുന്നതിനായിട്ട് നമ്മൾ വിചാരിക്കാത്ത അത്രയും ഹൈറ്റിൽ ഉയരത്തിൽ ചാടാനായിട്ട് ആർക്ക് സാധിക്കുമായിരുന്നു? ഫൂഫിക്ക് സാധിക്കുമായിരുന്നു. ഓക്കെ, എവറി ഡേ while the family was away, Fufi secretly leapt over a 5-foot wall and wandered the neighborhood. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും ഫൂഫി? ഓരോ ദിവസവും ഫാമിലിയിലുള്ള ആളുകളൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഫൂഫി വളരെ സീക്രട്ട് ആയിട്ട് ആ ഒരു 5 foot ഹൈറ്റ് ഉള്ള ആ ഒരു വാൾ അല്ലെ, മതില് ചാടിക്കടക്കുമായിരുന്നു. എന്നിട്ടോ ഇറ്റ് ഡിസപ്പിയർ ഇൻ ടു ദ നെയ്ബർഹുഡ്. ഓക്കെ, അടുത്തുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പോവായിരുന്നു. ഓക്കെ, വൺ ഡേ home from school, Trevor caught her in the act and followed her on his bicycle. ഓക്കെ, അപ്പൊ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ട്രെവർ സ്കൂളിൽ നിന്ന് കുറച്ച് നേരത്തെ വീട്ടിലോട്ട് എത്തി. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഫൂഫി ഇങ്ങനെ വോള് ചാടി കിടക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫൂഫിയെ ഫോളോ ചെയ്യാനായിട്ട് ട്രെവർ തീരുമാനിക്കുകയും തന്റെ ബൈസൈക്കിളിൽ ഫൂഫിയുടെ പുറകെ പോവുകയും ചെയ്യാണ് ട്രെവർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് സംഭവിക്കുന്നു. See, Fufi led Trevor to another house where a boy called her Spotty, believing she was his own dog. Okay, അപ്പം എങ്ങോട്ടാണ് ഫൂഫി പോയത്? See, ട്രെവർ ഈ ഫൂഫിയുടെ പിന്നാലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫൂഫി മറ്റൊരു വീട്ടിനകത്തേക്ക് കയറി പോകുന്നതായിട്ട് നമ്മുടെ ട്രെവർ കാണുന്നു. ഓക്കെ, അവിടെ വെച്ച് ഒരു ബോയ്, ഒരു ആൺകുട്ടി ഫൂഫിയെ സ്പോട്ടി എന്ന് വിളിക്കുന്നതായിട്ട് നമ്മുടെ ട്രെവർ കാണുകയാണ്. ഓക്കെ,
So that particular boy, അല്ലെ ആ ഒരു ചെറിയ ആൺകുട്ടി, he was completely convinced that Fufi was his dog. Okay, അത് ഫൂഫി ഒന്നും അല്ല, സ്പോട്ടി ആണ്, എന്റെ നായ്ക്കുട്ടിയാണ് എന്ന് ആള് വാശി പിടിച്ച അഡമന്റ് ആയിട്ട് പറയാണ് ട്രെവറിന്റെ അടുത്ത്. ഓക്കെ, നാച്ചുറലി അവിടെ എന്ത് സംഭവിക്കും? A heated argument broke out between the two families over who truly owned the dog. അല്ലെ, അപ്പം ആ ബോയ് പറയുന്നു എന്ത്, ഇതെന്റെ ഡോഗാണ്, സ്പോട്ടിയാണ്. അല്ലെ, ഇവിടെ ട്രെവർ പറയുന്നു എന്ത്, ഇതെന്റെ ഡോഗാണ്, ഫൂഫിയാണ്. അല്ലെ, അപ്പം രണ്ട് ഫാമിലീസിന്റെ ഇടയിൽ ഒരു വലിയ ആർഗ്യുമെന്റ് തന്നെ ഉണ്ടാവുന്നു. ആ സമയത്ത് ഈ ബോയിന്റെ ഫാമിലി എന്ത് ചെയ്യുന്നു, ഫൂഫിയെ വീട്ടിനകത്തിട്ട് ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഫൂഫിക്ക് തിരിച്ച് അന്ന് ഈവനിങ്ങിൽ വീട്ടിലോട്ട് എത്താൻ, അല്ലെ ട്രെവറിന്റെ വീട്ടിലോട്ട് എത്താൻ പറ്റാതെ പോകുന്നു. അങ്ങനെ ട്രെവർ എന്ത് ചെയ്യുന്നു, തന്റെ അമ്മയെയും കൂട്ടിയിട്ട് ഫൂഫിയെ തിരിച്ചു വിളിക്കുന്നതിനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രെവേഴ്സ് മദർ ഗ്യാതേർഡ് പ്രൂഫ്, photographs and vet certificates, but the lady still refused to give Fufi up. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു, ട്രെവറിന്റെ അമ്മ ട്രെവറിനെയും കൂട്ടി ഈ ബോയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ്സ്, അതായത് ഈ ലൈക്ക് ഫൂഫിയുടെയും പാന്തറിന്റെയും ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ വെറ്റനറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫൂഫിയുടെ അമ്മ ആരെ കാണിക്കുന്നുണ്ട്, ഈ ബോയിന്റെ മദറിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഓക്കെ, സോ ഷീ വാസ് ലൈക്ക് സ്റ്റിൽ റെഫ്യൂസ്ഡ് ടു ഹാൻഡ് ഹെർ ഓവർ. ഓക്കെ, അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നു, ഫൈനലി ട്രെവേഴ്സ് മോം പെയ്ഡ് ഹർ 100 rand ആൻഡ് ദ ഫാമിലി ബ്രോട്ട് ഫൂഫി ഹോം അറ്റ് ലാസ്റ്റ്. ഓക്കെ, അപ്പോ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ബോയുടെ വീട്ടിൽ വെച്ച് ഫൂഫിയെ കാണുന്ന സമയത്ത് ഫൂഫിയെ നമ്മുടെ ട്രെവർ വിളിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഫൂഫി അനങ്ങുന്നില്ല. പക്ഷെ പാന്തറുമായിട്ട് വന്നിട്ട് ഫൂഫിയെ വിളിക്കുന്ന സമയത്ത് ഫൂഫി ഓടി പാന്തറിന്റെ അരികിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ട്രെവറുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, 100 rand ഒരു amount ഓഫ് മണി ഈ ബോയുടെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഫൂഫിയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് സ്റ്റോറി. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു സ്റ്റോറിയുടെ ആ ഒരു ഇമോഷണൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ, that is this lesson: you do not own the thing you love. അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാം തന്നെ നമ്മുടേതാണ് എന്നുള്ള രീതിക്ക് വിശ്വസിക്കുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ഫൂഫി ആക്ട് ആസ് ഇഫ് ഷീ ഡിഡ്ന്റ് ഈവൻ നോ ട്രെവർ. അല്ലെ, ട്രെവറിനെ തീരെ അറിയില്ല എന്നുള്ള രീതിക്കാണ് ബോയുടെ വീട്ടിൽ വെച്ച് ഫൂഫി ആക്ട് ചെയ്യുന്നത്. അല്ലെ, അപ്പൊ ആ ഒരു ലൈക്ക് എക്സ്പീരിയൻസ് ഓഫ് ബെട്രേയൽ ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണ് ട്രെവർ അത് ഫീൽ ചെയ്യുന്നത്. തന്നെ ഫൂഫി ചീറ്റ് ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു തോന്നലാണ് ആർക്കുണ്ടാവുന്നത്, നമ്മുടെ ലൈക്ക് ട്രെവറിനുണ്ടാവുന്നത്. ഓക്കെ, അത് നമ്മുടെ ട്രെവറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്രസ്ഡ് ആക്കുന്നുണ്ട്. ഹി വാസ് കംപ്ലീറ്റ്ലി ഹാർട്ട് ബ്രോക്കൺ. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ആളുടെ അമ്മ, ട്രെവറിന്റെ അമ്മ ട്രെവറിനോട് പറയുന്നുണ്ട്, ദാറ്റ് ഇസ് സംതിങ് ബ്യൂട്ടിഫുൾ. എന്താണത്? ഫൂഫി വാസന്റ് ചീറ്റിംഗ് ഓൺ ഹിം, ഷി വാസ് സിംപ്ലി ലിവിങ് ഹെർ ഓൺ ലൈഫ് ഫുള്ളി വിത്ത് നോ ബാഡ് ഇന്റൻഷൻ അറ്റ് ഓൾ. ഇതാണ് ട്രെവറിന്റെ അമ്മ ട്രെവറിനോട് പറയുന്നത്. ഓക്കെ, ഫൂഫി ഒരിക്കലും ലൈക്ക് ഡിസ്ലോയൽ ആയിട്ട് ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുകയോ അല്ല ചെയ്തത്, മറിച്ച് ഷി വാസ് സിംപ്ലി ലിവിങ് ഹെർ ഓൺ ലൈഫ് ഫുള്ളി വിത്ത് ആബ്സല്യൂട്ട്ലി നോ ബാഡ് ഇന്റൻഷൻ അറ്റ് ഓൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഓണർഷിപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും ആർക്ക് മനസ്സിലാവില്ല, ഫൂഫിക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇവിടെ ലൈക്ക് ട്രെവറിന്റെ അമ്മ പറയുന്നത്. ഓക്കെ, ഷീ ജസ്റ്റ് ലവ്ഡ് ബീയിങ് ഹെർസെൽഫ്, ദാറ്റ് ഈസ് ഓൾ. ഓക്കെ, അപ്പം നമ്മൾ മനുഷ്യന്മാർ അല്ലെ, നമ്മുടേത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മൾ ലവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് അല്ലെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല വേണ്ടത്. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ലെസണിൽ ട്രെവർ നമ്മളോട് പറയുന്നത്.
Okay, and that is the big takeaway of this whole story. എന്താണ്? Loving someone or something does not mean owning them. Okay, നമ്മൾ ഒന്നിനെ സ്നേഹിക്കുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു, അതൊരിക്കലും അവരെ ഓൺ ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. Okay, real love allows freedom. Okay, real love means giving freedom. ഓക്കെ, അപ്പം ശരിക്കുള്ള ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവരെ തളച്ചിടുക എന്നുള്ളതാവരുത്. അവർക്കുള്ള ഫ്രീഡം, അവരുടേതായിട്ടുള്ള ഫ്രീഡം അവർക്കായിട്ട് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ട്രെവർ നോവ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളും അവയുടെ മീനിങ്സും, അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും, മോഡൽ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. ഫുഫി എന്നുള്ള കഥ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ് പെർട്ടിക്കുലർ സെഷൻ, ഡു ലൈക്ക്, ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ഹാപ്പി ലേണിംഗ്.